നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 14. ഇന്നാണ് കുംഭമാസം ആരംഭിക്കുന്നത്. മാർച്ച് 13 അവസാനിക്കുകയും ചെയ്യുന്നതാകുന്നു. കുംഭമാസത്തെ പോലെ തന്നെ ഫെബ്രുവരിക്കും ഈ വർഷം 29 ദിവസങ്ങളാണ് ഉള്ളത് എന്നത് കൗതുകകരം തന്നെയാണ്. ആദിത്യൻ കുംഭം രാശിയിൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നതാകുന്നു. കുംഭം 7-ാം തീയതി വരെ അവിട്ടം ഞാറ്റുവേലയും തുടർന്ന് 20-ാം തീയതി വരെ ചതയം ഞാറ്റുവേലയും ശേഷം പൂരുരുട്ടാതി ഞാറ്റുവേലയുമാണ്. രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു തവണ രാശിചക്രഭ്രമണം നടത്തി അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുവരെയാണ് കുംഭത്തിലെ ചന്ദ്രസഞ്ചാരം. കുംഭം 1 ശുക്ലപഞ്ചമി തിഥിയാണ്. കുംഭം 11 വെളുത്തവാവും അതായത് പൗർണമിയും കുംഭം 26 കറുത്തവാവും അതായത് അമാവാസിയും സംഭവിക്കുന്നതാകുന്നു. ശുക്ല ചതുർത്ഥിയിലാണ് കുംഭമാസം അവസാനിക്കുന്നത്. വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതുമാണ്. ശനിക്ക് മകരം 30 മുതൽ മീനം 5 വരെ മൗഢ്യവുമുണ്ട്. കുംഭമാസം മുഴുവൻ ബുധനും മൗഢ്യത്തിലാണ്. കുംഭമാസം 7 ബുധൻ മകരത്തിൽ നിന്നും കുംഭം രാശിയിലേക്കും കുംഭം 23 കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്കും സംക്രമിക്കുന്നതാകുന്നു. ബുധന്റെ നീചരാശിയാണ് മീനം. അങ്ങനെ മൗഢ്യം, നീചസ്ഥിതി എന്നിവ സംഭവിക്കുകയാൽ ദുർബലനായി മാറുന്നു ബുധൻ. ചൊവ്വ മകരം രാശിയിൽ തുടരുന്നതുമാണ്. ഉച്ചസ്ഥനാണ് മകരം. മകരം രാശിയിലെ ചൊവ്വ. ആ രാശിയിൽ തന്നെ ശുക്രനും സഞ്ചരിക്കുന്നുണ്ട്. കുംഭം 23 ശുക്രൻ കുംഭം രാശിയിലേക്ക് പകരുന്നതുമാണ്. മീനം രാശിയിൽ അഭ്യസ്യഗതിയിൽ രാഹുവും അപ്രകാരം കന്നിരാശിയിൽ കേതുവും സഞ്ചരിക്കുന്നതാണ്. രേവതി നക്ഷത്രത്തിലാണ് രാഹു. കേതു ചിത്രയിലുമാണ്. മാസ മധ്യത്തോടെ തന്നെ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ ഗ്രഹനിലയെ മുൻനിർത്തി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് കുംഭമാസം ദോഷകരം തന്നെയാണ്. ദോഷകരമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മാസം എന്തെല്ലാം അപകടകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ച് ഫലവത്താകാത്ത അവസ്ഥ വന്നു ചേരാം. കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോയാൽ ഗുണകരമാകും. എന്നാൽ അതിന് സാധിക്കാത്ത അവസ്ഥയാണ് വന്നു ചേരുക. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ പ്രോത്സാഹനം ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരുക. മാനസികമായ സമ്മർദ്ദം ഏറുക. യാത്രകൾ, അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുക. അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പണച്ചെലവ് വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. 10ാം ഭാവത്തിലെ ആദിത്യശനി യോഗം തൊഴിൽ രംഗത്ത് വളർച്ച കുറയുവാൻ കാരണമായി തീരും. ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കരാറുകൾ പുതുക്കി കിട്ടുവാൻ കാലതാമസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം. വായ്പകളുടെ തിരിച്ചടവിന് ധനം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. കൂടാതെ പല നിലപാടുകളും നിങ്ങൾക്ക് എതിരായി മാറും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശുഭകരമല്ല. അതിനുള്ള ഗ്രഹാനുകൂല്യം ഇപ്പോഴില്ല എന്ന കാര്യം ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത കുറയുവാൻ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിലുള്ള ഫലങ്ങളാണ് പ്രധാനമായും രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. മകീരം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ദോഷഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന സമയം തന്നെയാണ്. ഈ സമയം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കണം എന്നില്ല. പല രീതിയിലുള്ള പ്രയാസങ്ങൾ, പിരിമുറുക്കങ്ങൾ എന്നിവ വന്നു ചേരാം. പിതാവിന്റെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം. ആശുപത്രി വാസങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പഠനത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം. കൂടാതെ ഈ സമയം
നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കും അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിക്കുന്നതിനും കാരണമായി തീരും. കൂടാതെ 12-ൽ വ്യാഴം തുടരുകയാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണച്ചിലവിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങളാണ് കുംഭമാസത്തിൽ വന്നു ചേരുക. കർമ്മ മേഖലയിൽ വളരെയധികം ദോഷഫലങ്ങൾ വന്നു ചേരാം. വിചാരിച്ച രീതിയിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരണം എന്നില്ല. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ രാശിനാഥനായ ബുധന് വേഗഗതിയും പാപയോഗവും നീചവും വരികയാൽ പൊതുവെ കുംഭമാസത്തിൽ ശുഭാരംഭങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക. ഈ സമയം മാതാപിതാക്കൾ പ്രത്യേകിച്ചും ജാഗ്രത പുലർത്തേണ്ട സമയമാകുന്നു. വസ്തു സംബന്ധിച്ച് ക്രയവിക്രയങ്ങളിൽ ചതിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം രോഗങ്ങൾ, അതായത് സ്ത്രീകൾക്ക് രോഗസാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ്. അതിനാൽ വൈദ്യസഹായം, പ്രധാനമായും ആശുപത്രിവാസത്തിന് സാധ്യത കൂടുതലാണ്. അസുഖം ചെറുതാണ് എങ്കിൽ പോലും ചികിത്സ തേടുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വാഹനവുമായി ബന്ധപ്പെട്ടും വളരെയധികം കരുതൽ വേണ്ട സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം, നീചസ്ഥിതി, പാപഗ്രഹയോഗം തുടങ്ങിയവ സംഭവിക്കുകയാൽ അനുകൂലമായ ഫലങ്ങൾ കുറയുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. ലഘുകാര്യ സിദ്ധിക്കായി കൂടുതൽ അധ്വാനിക്കേണ്ടതായ അവസരമാണ് വന്നു ചേരുക. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. പ്രിയപ്പെട്ട വ്യക്തികളുടെ വിരോധത്തിന് കാരണമായി തീരുന്ന അവസ്ഥ വന്നു ചേരാം. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും സഹകരണം കുറയുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പണവരവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നു ചേരും എങ്കിലും ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുക, വിരുന്ന്, യാത്ര, ആശുപത്രി ചിലവ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചെലവ് വർദ്ധിക്കും അഥവാ അധികരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. സമചിത്തതയോടെ തന്നെ പെരുമാറുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. നക്ഷത്രാധിപനായ ബുധന് കുംഭമാസം മുഴുവൻ മൗഢ്യസ്ഥിതിയാണ്. അതിനാൽ മനോവാകർമ്മങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം. കാര്യസിദ്ധി മെല്ലെയാണ് കൈവരിക. രാശിനാഥനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതിയുണ്ട് എന്നത് വിസ്മരിക്കേണ്ടതില്ല. ആത്മവിശ്വാസം കുറയുന്നതല്ല. അതിനാൽ പ്രയത്നിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഉത്സാഹിക്കുന്ന പക്ഷം ഫലവത്തായി തന്നെ ഫലങ്ങൾ വന്നു ചേരാം. മത്സരം, അഭിമുഖം എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. വീടുപണിയുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ കാര്യങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ വന്നു ചേരാം. വ്യാപാരത്തിൽ മാന്ദ്യം വന്ന് ഭവിക്കുന്ന ഒരു സമയമാകുന്നു. ഉത്സാഹം നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഈ സമയം സംസാരം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക.